Hi friends, welcome to Chapters of Sumi Faris. ഞാനിന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളെല്ലാവരും ദിവസേന സോപ്പ് യൂസ് ചെയ്യുന്നവരാണ്. അലക്കാനും കുളിക്കാനും ഒക്കെ ഇതേപോലെ സോപ്പ് എടുക്കുമ്പോൾ ലാസ്റ്റ് ആകുമ്പോഴേക്കും ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളൊക്കെ വേസ്റ്റ് ആയി പോകാറുണ്ട്. സാധാരണ നമ്മളിത് അലക്കുന്ന കല്ലിൻ്റെ മുകളിൽ ഒട്ടിച്ചു വെക്കും, അല്ലെങ്കിൽ പുതിയതായിട്ട് സോപ്പ് എടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു വെക്കുകയാണ് ചെയ്യാറുള്ളത്. ഇങ്ങനെ രണ്ട് രീതിയിൽ ചെയ്താലും സോപ്പ് വേസ്റ്റ് ആയി പോകാറുണ്ട്. അപ്പോൾ ഈ ഒരു സോപ്പിനെ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഒരു ഫ്രൈയിങ് പാനിലേക്ക് ഞാൻ ഈ സോപ്പ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. നമ്മൾ എത്രയാണോ സോപ്പ് എടുത്തിട്ടുള്ളത് ആ ഒരു സോപ്പിനൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നമ്മളിത് ഒരുപാട് സമയം ഇതിങ്ങനെ വറ്റിപ്പോകാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ സോപ്പിന് ഞാനൊന്ന് ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അതുവരെ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ കൂടുതലായിട്ട് അലക്കാൻ ഉപയോഗിക്കുന്ന സോപ്പിൻ്റെ പീസസ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പും ഇതേപോലെ തന്നെ നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ചിരട്ടയിലേക്ക് കുറച്ച് എണ്ണ നന്നായിട്ടൊന്ന് തടവിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സോപ്പ് ഇതിനകത്തേക്കൊന്ന് നിറച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കുറച്ച് സമയം ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ ഇതേപോലെ ആക്കിയിട്ട് രാത്രിയാണ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളത്. രാവിലെ ആയപ്പോഴേക്കും നമ്മുടെ സോപ്പൊക്കെ നന്നായിട്ട് ഉറച്ചു വന്നിട്ടുണ്ട്, നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് സെറ്റായി വരാനായിട്ട് കുറേ സമയം എടുക്കും. അപ്പോൾ ഇത് നല്ലതുപോലെ എനിക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിരട്ടയിൽ നിന്ന് ഇതൊന്ന് കൊട്ടി നോക്കാം. നമുക്ക് ഈ സോപ്പൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളിതേപോലെ സോപ്പ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് കുറച്ച് സ്പ്രേയോ അല്ലെങ്കിൽ സ്മെല്ലുള്ള എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ സോപ്പിന് ആ ഒരു മണം കൂടി കിട്ടുന്നതാണ്. ഒരുപാട് വേസ്റ്റായി പോകുന്ന സോപ്പിനെ നമുക്ക് ഇതേപോലെ നല്ല രീതിയിൽ റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇനി ഈ ഒരു ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. ഇങ്ങനെ ചെയ്യാൻ മടിയുള്ളവർക്കാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു സോക്സിനകത്തേക്ക് ഈ ചെറിയ സോപ്പ് പീസുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടും നമുക്ക് ഈ ഒരു സോപ്പിനെ നല്ല രീതിയിൽ തന്നെ റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതേപോലത്തെ പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്